ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. ഫങ്ഷൻ. ഫങ്ഷൻ എന്താണ് ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇവിടെ എക്സ് കോസ് വൈയുടെ ഒരു സബ്സെറ്റാണ് റിലേഷൻ നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ ഒരു റിലേഷൻ പരിഗണിക്കുക. ഈ റിലേഷൻ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് എക്സ് കോസ് വൈയുടെ സബ്സെറ്റാണ് അല്ലേ? തീർച്ചയായിട്ടും എക്സ് കോസ് വൈയുടെ സബ്സെറ്റാണ്, അതുകൊണ്ട് റിലേഷനാണ്. ഈ റിലേഷന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പ്രത്യേകതകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്താണ് ആദ്യത്തെ പ്രത്യേകത? എവരി എലമെന്റ് ഓഫ് എക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സം എലമെന്റ് ഓഫ് വൈ. എക്സിലെ എല്ലാ എലമെന്റും വൈയിലെ ഏതെങ്കിലും എലമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേതോ? നോ എലമെന്റ് ഓഫ് എക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മോർ ദാൻ വൺ എലമെന്റ് ഓഫ് വൈ. നോ എലമെന്റ് ഓഫ് എക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് more than one element of y. Such an association between the sets x and y is called a function. ഇങ്ങനെയുള്ള ഒരു അസോസിയേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? എ ഫംഗ്ഷൻ ഈസ് എ റൂൾ ഓർ കളക്ഷൻ ഓഫ് റൂൾസ് ദാറ്റ് അസോസിയേറ്റ്സ് ടു ഈച്ച് എലമെന്റ് എക്സ് ഇൻ എക്സ് എ യുണീക്ക് എലമെന്റ് വൈ ഇൻ വൈ. എക്സിലെ എല്ലാ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ ഒരു യുണീക്ക് എലമെന്റിനെ അസൈൻ ചെയ്യുന്ന, അസോസിയേറ്റ് ചെയ്യുന്ന റൂളിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്തായിരിക്കണം? എക്സിലെ എല്ലാ എലമെന്റും വൈയിലെ ഏതെങ്കിലും എലമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എക്സിന് ഇമേജ് ഇല്ലാത്ത ഒരു എലമെന്റ് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ദെൻ എക്സിലെ ഒരു എലമെന്റിന് പോലും വൈയിൽ ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ റിലേഷൻ ആകും, പക്ഷെ ഫംഗ്ഷൻ ആകില്ല. എക്സിലെ എല്ലാ എലമെന്റിനും വൈയിൽ യുണീക്ക്, വട്ട് ഈസ് മീൻ ബൈ യുണീക്ക്? വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്, ഒരേ ഒരു ഇമേജ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഉദാഹരണത്തിന് നമ്മളിവിടെ എക്സ് എന്ന് എഴുതിയാൽ എക്സിന് ഇമേജ് എന്താ? വൈ ആണ് അല്ലെ? എക്സിന്റെ ഇമേജ് വൈ ആണ്. ഇത് ഫംഗ്ഷനാണ്. അപ്പോ ഇവിടെ നമ്മൾ എഴുതുന്നു എക്സിന്റെ ഇമേജ് വൈ ആണ്. അത് നമ്മളിങ്ങനെ എഴുതുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ജനറൽ ആയിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന റൂൾ ഇങ്ങനെയാണ്. ഇതിങ്ങനെ വായിക്കുന്നത്, ദ ഇമേജ് ഓഫ് എക്സ് അണ്ടർ ദ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു വൈ. അപ്പൊ രണ്ട് രീതിയിൽ പറയാം. എക്സിന്റെ ഇമേജ് വൈ ആണ്, അല്ലെങ്കിൽ എക്സിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ആണ്. ആ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു റൂൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, എ ഈസ് ഡിവിസിബിൾ ബൈ 2, എ ഈസ് എ റിലേറ്റഡ് ടു ബി, അല്ലെങ്കിൽ എ ഈസ് A related to B if A is exactly divisible by B. അല്ലെങ്കിൽ A is related to B if A is a factor of B. അല്ലെങ്കിൽ A related to B if B is equal to A square. നമ്മൾ കുറേ എക്സാമ്പിൾ കണ്ടു. അങ്ങനെ ഒരു റൂൾ ഉണ്ടാവും. അപ്പോൾ ആ റൂൾ എന്താണോ ആ റൂള്, ഇപ്പോൾ ഉദാഹരണത്തിൽ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും റൂള്, y is equal to x square minus 2x plus 2. അപ്പോൾ എക്സിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എക്സിൻ്റെ സ്ക്വയറിൽ നിന്ന് എക്സിൻ്റെ 2 ഇരട്ടി കുറച്ച് അതിനോട് 2 കൂട്ടുക. അതായിരിക്കും എക്സിൻ്റെ ഇമേജ് ആയി y എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ്. മനസ്സിലായോ? അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാ? ഇവിടുത്തെ എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടാകണം. ദെൻ എക്സിലെ ഒരു എലമെന്റിന് പോലും ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ എക്സിന്റെ ഇമേജ് വൈ ആണ്, വൈയുടെ പ്രീ ഇമേജ് എക്സ് ആണ്. ഓക്കെ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നോണം. നമ്മൾ ഈ ഫംഗ്ഷൻ ആണോ എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ x5 എന്ന എലമെന്റ് കൊണ്ടെന്ന് വിചാരിക്കുക. x5 y4ലേക്ക് അസോസിയേറ്റ് ചെയ്തിരിക്കും. ഇത് ഫംഗ്ഷൻ ആണോ? നോക്കിയേ, ഇവിടുത്തെ എല്ലാ എലമെന്റും ഇമേജ് ഉണ്ടോ? ഉണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും എലമെന്റ് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടോ? നോക്കിയേ, x3ക്ക് ഒരു ഇമേജേ ഉള്ളൂ y4, xyക്ക് ഒരു ഇമേജേ ഉള്ളൂ y4. ഒരു എലമെന്റിൽ പോലും എന്തില്ല? ഒന്നിൽ കൂടുതൽ ഇമേജ് ഇല്ല. y4 എൻ്റെ പ്രീ ഇമേജ് ഉണ്ട്. അങ്ങനെയല്ല പറയുന്നത്. ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ എലമെന്റിനും ഒരേ ഒരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഫംഗ്ഷനാണ്. ഇത് ഫംഗ്ഷനാണ്. ഓക്കെ, ശ്രദ്ധിച്ചോണം. ഇനി ഓരോ കേസും ഇങ്ങനെ വന്നാൽ ഫംഗ്ഷൻ ആവുമോ? ഇവിടെ നോക്കുക, ഇവിടുത്തെ എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി മറ്റൊരു പ്രശ്നം, x3ക്ക് എല്ലാ എലമെന്റും യുണീക്ക് ഇമേജ് ഉണ്ടോ? ഇല്ല. x3ക്ക് 2 ഇമേജ് ഉണ്ട്. ഏതൊക്കെയാ? y2 ഉണ്ട്, y4 ഉണ്ട്. അതുകൊണ്ട് ഈ
റിലേഷൻ എന്തല്ല? ഫംഗ്ഷൻ അല്ല. സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് എന്തല്ല? ഫംഗ്ഷൻ അല്ല. പിന്നെ ശ്രദ്ധിച്ചോണം, ഇത് ഫംഗ്ഷൻ ആണോ? അല്ല. കാരണം എന്താ? ആദ്യത്തെ കണ്ടീഷൻ വയലേറ്റ് ചെയ്തിരിക്കുന്നു. എന്താണ്? എല്ലാ എലമെന്റും എന്തുണ്ടാകണം? ഇമേജ് ഉണ്ടാകണം. അപ്പോൾ ഇവിടെ S5ക്ക് X5 എന്ന എലമെന്റിന് ഇമേജ് ഇല്ല. അതുകൊണ്ട് ഇതെന്തല്ല? ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇത് ഫംഗ്ഷൻ ആണോ? ശ്രദ്ധിച്ചോണം, എന്താണ് ഫംഗ്ഷന്റെ കൺസെപ്റ്റ്? ഡെഫിനിഷൻ. എക്സിലെ എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടാകണം. ഉണ്ടല്ലോ? ഉണ്ട്. എക്സിലെ ഒരു എലമെന്റ് നോക്കുക, എക്സിലെ ഒരു എലമെന്റിന് പോലും വൈയിൽ ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാകാൻ പാടില്ല. എക്സിലെ ഏതെങ്കിലും എലമെന്റ് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഫംഗ്ഷൻ ആണ്. അപ്പോ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ ഫംഗ്ഷൻ എ ഫ്രം എക്സ് ടു വൈ ഈസ് എ റൂൾ ഓർ കളക്ഷൻ ഓഫ് റൂൾസ് ദാറ്റ് അസോസിയേറ്റ്സ് ടു ഈച്ച് എലമെന്റ് എക്സ് ഇൻ എക്സ് എ യുണീക്ക് എലമെന്റ് വൈ ഇൻ വൈ. അപ്പോൾ എക്സിലെ എല്ലാ എലമെന്റും കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ ഒരു യുണീക്ക് എലമെന്റിനെ അസോസിയേറ്റ് ചെയ്യുന്ന റൂളിനെയാണ് എന്താന്ന് പറയുക? ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ഇവിടെ സെറ്റ് എക്സിനെ ഡൊമൈൻ എന്ന് പറയും, സെറ്റ് വൈനെ കോഡൊമൈൻ എന്ന് പറയും. എക്സിനെ ഡൊമൈൻ എന്ന് പറയും, വൈനെ കോഡൊമൈൻ എന്ന് പറയും. എക്സിലെ എലമെന്റ്സിന്റെ ഇമേജസിന്റെ സെറ്റിനെ റേഞ്ച് എന്ന് പറയും. എക്സിലെ എലമെന്റ്സിന്റെ ഇമേജസിന്റെ സെറ്റിനെ റേഞ്ച് എന്ന് പറയും. ഉദാഹരണത്തിന് ഈ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് ഡൊമൈൻ? സെറ്റ് x1 x2 x3 x4. എന്താ കോഡൊമൈൻ? സെറ്റ് y1 y2 y3 y4 y5. എന്താണ് റേഞ്ച്? സെറ്റ് y1 y2 y3 y4. കാരണം y4 ഒന്നിന്റെയും ഇമേജ് ആയിട്ട് വരുന്നില്ല. എക്സിലെ എലമെന്റിന്റെ ഇമേജസിന്റെ സെറ്റാണ് എന്ത്? റേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡൊമൈന്, കോഡൊമൈന്, റേഞ്ച്. അപ്പോൾ ഒരു റിലേഷനകത്ത് ഒരു റിലേഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഇനി ഒരു റിലേഷൻ തന്നിരിക്കുക, R is equal to set of all ordered by xy such that x comma y, x belongs to x, y belongs to y. ഈ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആകണമെങ്കിൽ എന്തായിരിക്കണം? occurs only one time with x as the first element. ഇവിടെ ഫസ്റ്റ് എലമെന്റിന്റെ റെപ്പറ്റീഷൻ ഉണ്ടാകാൻ പാടില്ല. ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇവിടെ എക്സിലെ എലമെന്റിന് എന്തുണ്ടാകാൻ പാടില്ല? ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാകാൻ പാടില്ല. ഫസ്റ്റ് എലമെന്റ് ഒരു റിലേഷൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ അവിടുത്തെ ഓർഡേർഡ് ബേസിൽ ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്താൽ അത് എന്താകില്ല? ഫംഗ്ഷൻ ആകില്ല. മനസ്സിലായോ? അപ്പോൾ റിലേഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് നോക്കിയാലും മതി? ഫസ്റ്റ് എലമെന്റിന്റെ റെപ്പറ്റീഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഓർഡർ ബൈ എക്സ് വൈയിൽ എക്സ് ഫസ്റ്റ് വലനുവരായിട്ട് ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ ആ റിലേഷൻ എന്തായിരിക്കും? ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇതിലേക്ക് എത്താം. എല്ലാ ഫങ്ഷൻസും റിലേഷൻസ് ആണ്, പക്ഷേ എല്ലാ റിലേഷൻസും ഫങ്ഷൻസ് അല്ല. ചില പർട്ടിക്കുലർ റിലേഷൻസിനെയാണ് എന്താന്ന് പറയാം? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് ഒന്നുകൊണ്ട് പറയാം. എ ഫംഗ്ഷൻ f from x to y is a rule or collection of rules that associates to each element x in x a unique element y in y. എക്സിലെ എല്ലാ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ ഒരു യുണീക്ക് എലമെന്റിനെ, ഒരേ ഒരു എലമെന്റിനെ അസോസിയേറ്റ് ചെയ്യുന്ന റൂളിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ എക്സിലെ എല്ലാ എലമെന്റിനും വൈയിൽ ഇമേജ് ഉണ്ടാകണം. എക്സിലെ ഒരു എലമെന്റിന് പോലും വൈയിൽ ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാകാനായിട്ട് സാധിക്കത്തില്ല. എക്സിനെ ഡൊമൈൻ എന്നും വൈനെ റേഞ്ച് എന്നും പറയുന്നു. ദെൻ സെക്കൻഡ് എലമെന്റ്സിന്റെ എക്സിലെ എലമെന്റിന്റെ ഇമേജസിന്റെ സെറ്റിനെ റേഞ്ച് എന്ന് പറയുന്നു. ഇനി റിലേഷൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ അവിടെ ഫസ്റ്റ് എലമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിക്കുക, ഫംഗ്ഷന് നമ്മൾ അടുത്ത വർഷം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെക്കൻഡ് ഇയറിലും ഇതിൻ്റെ തുടർച്ച ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയാണ് പ്രോബ്ലം പറയുക. A is equal to set 1, 2, 3 and B is equal to 1, 2, 3, 4 and R is equal to set of all x, y such that y is equal to x plus 1 and x belongs to A, y belongs to B. What is the domain, codomain and the range of the relation? Is this relation is a function? അപ്പോൾ ഈ റിലേഷൻ്റെ ഡൊമൈനും റേഞ്ചും കോഡൊമൈനും കണ്ടുപിടിക്കുക.
ഇനി ഈ റിലേഷൻ ഒരു ഫംഗ്ഷനാണോ? നമ്മൾ പറഞ്ഞു എല്ലാ ഫംഗ്ഷൻസും റിലേഷനാണ്, എല്ലാ റിലേഷനും ഫംഗ്ഷൻ ആയില്ല. അപ്പോൾ ഈ റിലേഷൻ ഫംഗ്ഷൻ ആകുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എയും ബിയും ഒന്നും കൂടെ എടുത്ത് എഴുതാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആൻഡ് എക്സ് റിലേറ്റഡ് ടു വൈ എപ്പോഴാ? ഇഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഇനി ഓരോന്നും എഴുതണോ? വേണ്ടല്ലോ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർ ബേസ് എക്സ് 1 ആകുമ്പോൾ വൈ 1 + 1 2, then x 2 ആകുമ്പോൾ y 2 + 1 3, then y x 3 ആകുമ്പോൾ y 3 + 1 4. 2ന്റെ x 1, 2 ആകുമ്പോൾ 3, 3 ആകുമ്പോൾ 4. ഇനി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. when x is equal to 1, y is equal to 1 + 1 2, 1 related to 2, x is equal to 2, y is equal to 2 + 1 3, so 2 related to 3, x is equal to 3, y is equal to 3 + 1 4, so 3 related to 4. വേണമെങ്കിൽ എഴുതാം. So R is equal to set of ordered base 1 2 2 3 3 4. Then domain set 1 2 3, range set 2 3 4, codomain all set B. ഇനി ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ? നോക്കിക്കേ, ഇവിടുത്തെ എക്സിലെ എല്ലാ എലമെന്റിനും വൈയിൽ യുണീക്ക് ഇമേജ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇമേജ് വരുന്നില്ല. എക്സിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്? വൈയിൽ യുണീക്ക് ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ എന്താണ്? ഫംഗ്ഷൻ ആണ്. അപ്പോൾ കണ്ടീഷൻ എഴുതണം. ദിസ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ ബിക്കോസ് എവരി എലമെന്റ് ഓഫ് എ ഹാസ് എ യുണീക്ക് image in B. This relation is a function because every element of A has a unique image in B. എഴുതണം ഈ റിലേഷൻ, ഈ കണ്ടീഷൻ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് എയും ബിയും തന്നിട്ടുണ്ട്. എക്സ് റിലേറ്റഡ് വൈ ആകുന്ന എപ്പോഴാണ്? വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആകുമ്പോൾ. അപ്പോൾ ഈ റിലേഷൻ്റെ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും എഴുതണം. അതോടൊപ്പം തന്നെ ഈ റിലേഷൻ്റെ ഫംഗ്ഷൻ ആണ് ചെക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. എക്സ് 1 ആകുമ്പോൾ വൈ 1 + 1 2, എക്സ് 2 ആകുമ്പോൾ വൈ 2 + 1 3, എക്സ് 3 ആകുമ്പോൾ വൈ 3 + 1 4. സോ 1 റിലേറ്റഡ് ടു 2, 2 റിലേറ്റഡ് ടു 3 ആൻഡ് 3 റിലേറ്റഡ് ടു 4. ഡൊമൈൻ ഫസ്റ്റ് എലമെന്റ് സെറ്റ്, റേഞ്ച് സെക്കൻഡ് എലമെന്റ് സെറ്റ്, കോഡൊമൈൻ ദ ഓൾ സെറ്റ് ബി. ഇനി ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ? നോക്കുക, ഇവിടുത്തെ എയിലെ എല്ലാ എലിമെന്റ്സിനും വൈയിൽ എന്തുണ്ട്? ഒരു യുണീക്ക് ഇമേജ് ഉണ്ട്. അപ്പം ഇങ്ങനെ എഴുതണം. എന്താണ്? ദിസ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. ദിസ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ ബിക്കോസ് എവരി എലമെന്റ് ഓഫ് എ ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ ബി. ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ ബി. Okay, write the next question. Let n be the set of natural numbers and let the relation are defined on n such that R is equal to set of all xy such that y is equal to 2x and x comma y belongs to n. X comma y belongs to n. 1.
Write the domain, codomain, and range of R. Write the domain, codomain, and range of R. ഒരു പാട്ട് കൊണ്ടുണ്ട്. 2. Is the relation R is a function or not? Is the relation R is a function or not? അപ്പോൾ n is equal to എന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതാ? 1 2 3 4 എക്സെട്ര. ഇനി എക്സ് റിലേറ്റഡ് ടു വൈ ആവുന്ന എപ്പോഴാണ്? ഇഫ് വൈ ഈസ് ഈക്വൽ ടു 2x. അപ്പോൾ നമുക്ക് ഇവിടെ നേരിട്ട് എഴുതി പോകാവുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് 1 ആകുമ്പോൾ വൈ 2 × 1 2, എക്സ് 2 ആകുമ്പോൾ വൈ 2 × 2 4, എക്സ് 3 ആകുമ്പോൾ വൈ 2 × 3 6, എക്സ് 4 ആകുമ്പോൾ വൈ 2 × 4 8 എക്സെട്ര. അല്ലേ? വേണ്ടവർ ഇങ്ങനെ മുമ്പത്തെ പോലെ എഴുതിക്കണം. ഇങ്ങനെ y is equal to 2x, when x is equal to 1, y is equal to 2 × 1 is equal to 2, s is equal to 2, y is equal to 2 × 2 is equal to 4. So 1 related to 2, 2 related to 4. അങ്ങനെ വേണ്ടവർ അങ്ങനെ മാത്രം എഴുതി നോക്കിയാൽ മതി. ഇനി ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ സീക്വൽ സെറ്റ് 1 2 3 4 എക്സെട്ര. ദെൻ റേഞ്ച് സീക്വൽ സെറ്റ് 2 4 6 8 എക്സെട്ര. ഇനി കോഡൊമെയിൻ എന്ന് ചോദിച്ചാൽ കോഡൊമെയിൻ എന്ന് തന്നെയാണ്. കോഡൊമെയിൻ സീക്വൽ സെറ്റ് n. ഇനി റിലേഷൻ ഫംഗ്ഷൻ ആണോ? നോക്കിക്കേ, എന്നിൽ നിന്ന് എന്നിലേക്ക് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ എലമെൻറ്റിനും, അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് എല്ലാ എലമെൻറ്റിനും യുണീക്ക് ഇമേജ് ഉണ്ട് അല്ലേ? എല്ലാ എലമെൻറ്റിനും ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം എല്ലാ എലമെൻറ്റിനും യുണീക്ക് ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ എന്താണ്? ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു എലമെൻറ്റ് പോലും ഫസ്റ്റ് എലമെൻറ്റ് ഈ ഓർഡർ ബേസിൽ ഫസ്റ്റ് എലമെൻറ്റിന് റെപ്പറ്റീഷൻ ഇല്ല. ഏറ്റവും എളുപ്പം മനസ്സിലാക്കേണ്ടതാണ്. ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്താൽ റിലേഷൻ ആയിരിക്കും, പക്ഷേ ഫംഗ്ഷൻ അല്ല. So every element in n have a unique image in it. This relation is a function because every element in n has a unique image in n. എന്നിൽ നിന്ന് എന്നിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിലെ എല്ലാ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്നിലൊരു യുണീക്ക് ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമുക്ക് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നെന്താണ്? സെറ്റ് 1 2 3 4. ഇങ്ങനെയാണ് എക്സ് റിലേറ്റഡ് വൈ ആകുന്നത്. ഇഫ് y is equal to x. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ y 2 × 1 2, എക്സ് 2 ആകുമ്പോൾ y 2 × 2 4, എക്സ് 3 ആകുമ്പോൾ y 2 × 3 6, എക്സ് 4 ആകുമ്പോൾ y 2 × 4 8 എക്സെട്ര. ദെൻ ഡൊമെയിൻ ഫസ്റ്റ് എലമെൻറ്റ് സെറ്റ്, റേഞ്ച് സെക്കൻഡ് എലമെൻറ്റ് സെറ്റ്, കോഡൊമെയിൻ ഓൾ സെറ്റ് ചെയ്യാൻ. ഇവിടെ എല്ലാ എലമെൻസിനും എന്നിലൊരു യുണീക്ക് ഇമേജ് ഉണ്ട് എന്നതുകൊണ്ട് ഈ റിലേഷൻ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, റൈറ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ ദ ഫോളോയിങ് റിലേഷൻസ് ആർ functions or not. Check whether the following relations are functions or not. Okay, മൂന്ന് ക്വസ്റ്റ്യൻ ഉള്ളത്. R is equal to set 2 1, set 3 1, set 4 2. മൂന്ന് ക്വസ്റ്റ്യൻ എഴുതി. ഇത് മൂന്നും ഫങ്ഷൻസ് ആണോ, ഈ റിലേഷൻസ് ഫങ്ഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം, കണ്ടുപിടിക്കണം. നോക്കിക്കേ, ആദ്യത്തെ നോക്കി
ഈ ഫസ്റ്റ് ഓർഡേഡ് ബേസിൽ ഏതിലെങ്കിലും ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അല്ലേ? ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതായത് എല്ലാ എലമെന്റിനും യുണീക്ക് ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ റിലേഷൻ എന്താണ്? ഫംഗ്ഷനാണ്. ആദ്യത്തെ റിലേഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, എഴുതിക്കൊള്ളുക. ഹിയർ different ordered pairs have different first elements. And hence this relation is a function. എന്നുവെച്ചാൽ ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ റിലേഷൻ ഫംഗ്ഷൻ ആണ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ഓർഡേഡ് പേഴ്സ് 2 2 2 4 എടുത്തേ. അപ്പോൾ 2വിൻ്റെ ഇമേജ് ആദ്യത്തെ കേസ് ഏതാ? 2 ആ. സെക്കൻഡ് കേസ് 2വിന് ഇപ്പോൾ എത്രയുണ്ട്? 2 ഇമേജ് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഈ രണ്ട് ഓർഡേഡ് പേഴ്സിനും എന്തുണ്ട്? ഫസ്റ്റ് എലമെന്റ് സെയിം ഫസ്റ്റ് എലമെന്റ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല? ഫംഗ്ഷൻ അല്ല, അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Here the ordered pairs 2 2 and 2 4. Here the ordered pairs 2 2 and 2 4 have the same first element 2. Have the same first element 2. So this relation is a function. Sorry, this relation is not a function. Sorry. So this relation is not a function. 2വിന് 2 ഇമേജ് വരുന്നുണ്ട്, 2ഉം 4ഉം വരുന്നുണ്ട്, അല്ലേ? അങ്ങനെ എഴുതാം. Here 2 has 2 images, 2 and 4. So this relation is not a function. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മൂന്നാമത്തെ നോക്കി. ആർ ഈ സെറ്റ് ഓഫ് ഓർഡർ പേഴ്സ് 1 2 2 3 3 4 4 5 5 6 6 7. ഇത് ഈ ഓർഡർ പേഴ്സിൽ എവിടെയെങ്കിലും ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അല്ലേ? ഫസ്റ്റ് എലമെന്റ് എല്ലായിടത്തും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഈ റിലേഷൻ എന്താണ്? ഫംഗ്ഷനാണ്. മൂന്നാമത്തെ ആൻസർ ഇതാണ്. വേണ്ടവരിങ്ങനെ എഴുതിക്കോണം. This relation is a function. Because different ordered pairs have different first element. ഇതും ഫംഗ്ഷൻ ആണ്, അല്ലേ? 1 3 ഫംഗ്ഷൻ ആണ്, 2 ഫംഗ്ഷൻ അല്ല. ഓക്കെ.